ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച സഞ്ചാർ സാത്തി മൊബൈൽ ആപ്ലിക്കേഷൻ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ്. നമ്മുടെ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെങ്കിലും പുതിയ നിർദ്ദേശം പുതിയ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. സൈബർ സുരക്ഷ ശക്തമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെങ്കിലും പൗരാവകാശമായ സ്വകാര്യതയെ ഒട്ടും മാനിക്കാത്ത നിർദ്ദേശമാണിതെന്നാണ് നിരീക്ഷണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആപ്പിൾ, സാംസങ്, ഗൂഗിൾ, മോട്ടറോള, ഷവോമി, ഒപ്പോ, വിവോ തുടങ്ങിയ പ്രമുഖ നിർമ്മാതാക്കൾ 90 ദിവസത്തിനകം ഈ നിർദ്ദേശം നടപ്പിലാക്കണമെന്നാണ് നവംബർ 21 പുറത്തിറക്കിയ ഉത്തരവ്. ഇന്ത്യയിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രീ സെയിൽസ് ട്രാൻസിറ്റിലുള്ളതോ ആയ എല്ലാ മൊബൈൽ ഹാൻഡ്സെറ്റുകൾക്കും ഈ ഉത്തരവ് ബാധകമാണ്. ഇതിനകം നിർമ്മിച്ച വിപണിയിലുള്ള ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിലൂടെ ആപ്പ് നൽകാൻ നിർമ്മാതാക്കൾക്ക് നിർദ്ദേശവുമുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ട് 2023 പ്രകാരവും മറ്റ് നിയമങ്ങൾ പ്രകാരവും മൊബൈൽ നിർമ്മാതാക്കൾ നടപടികൾ നേരിടേണ്ടി വരും. ആപ്പ് ഉപയോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കേന്ദ്രം പറയുന്നുണ്ടെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത സഞ്ചാർ സാത്തി ആപ്ലിക്കേഷൻ ഉപയോക്താക്കൾക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല. ആപ്പ് ഉപയോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കേന്ദ്രം പറയുന്നുണ്ടെങ്കിലും സ്വകാര്യത സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. മൊബൈൽ ഉപയോക്താക്കളെ ബോധവൽക്കരിക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും സർക്കാർ സംരംഭങ്ങളെക്കുറിച്ച് അവബോധം വളർത്തിയെടുക്കാനുമുള്ള ടെലികോമിൻ്റെ ആപ്പായാണ് സഞ്ചാർ സാത്തിയെ അവതരിപ്പിച്ചത്. IMEI നമ്പർ കൃത്രിമം കാണിക്കുന്നതും തട്ടിപ്പ് നടത്തുന്നതും തടയുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ വ്യാജ IMEI ഉള്ള മൊബൈൽ ഹാൻഡ്സെറ്റുകൾ ടെലികോം സൈബർ സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഉത്തരവിൽ പറയുന്നു. മൊബൈൽ ഉപകരണങ്ങളിലെ IMEIകളുടെ ആധികാരികത പരിശോധിക്കാനും ദുരുപയോഗം റിപ്പോർട്ട് ചെയ്യാനും ഈ ആപ്പ് സഹായിക്കും. നിലവിൽ വെബ്സൈറ്റായും ഓപ്ഷണൽ മൊബൈൽ ആപ്ലിക്കേഷനായും സഞ്ചാർ സാത്തി ലഭ്യമാണ്. അതിൻ്റെ പ്രധാന സേവനങ്ങൾ ഇവയാണ്. നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ മൊബൈൽ ഉപകരണങ്ങൾ ട്രാക്ക് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും ഇത് സഹായിക്കുന്നു. മൊബൈൽ ഫോൺ തിരികെ ലഭിക്കുകയാണെങ്കിൽ ആപ്പ് വഴിയോ പോർട്ടൽ വഴിയോ ബ്ലോക്ക് നീക്കം ചെയ്യാം. സൈബർ കുറ്റകൃത്യങ്ങൾക്കോ സാമ്പത്തിക തട്ടിപ്പുകൾക്കോ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സംശയാസ്പദമായ തട്ടിപ്പ് കോളുകളും സന്ദേശങ്ങളും റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമാണിത്. നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് മറ്റാരെങ്കിലും മൊബൈൽ കണക്ഷനുകൾ എടുത്തിട്ടുണ്ടോ എന്ന് ഉപയോക്താവിന് ഇതുവഴി പരിശോധിക്കാനാകും. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സെക്കൻഡ് ഹാൻഡ് ഫോണുകളിലെ IMEI നമ്പർ മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടതാണോ എന്നും ആ IMEI വാലിഡ് ആണോ എന്നും പരിശോധിക്കാൻ ഇത് സഹായിക്കും. വോയിസ് കോളുകളിലൂടെയോ SMS-കളിലൂടെയോ ലഭിക്കുന്ന അനാവശ്യ വാണിജ്യ ആശയവിനിമയങ്ങൾ ട്രായുടെ 2018 TCCC/PR റെഗുലേഷനുകൾ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം.